ഇത് നമ്മൾ എന്താണ് ഹെഡറാണ്. പക്ഷെ ഇതിനെ എന്താണ് ചെറുതാക്കുമ്പോൾ അതെല്ലാം കൂടി നമുക്കൊരു മൊബൈൽ വ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പം ഇൻസ്പെക്ട് എടുത്തിട്ട് നമ്മൾ ഇവിടെ കണ്ടു ഇതുണ്ട്, മൊബൈൽ വ്യൂയിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ എൻറ്റയർ ഡിസൈൻ കട്ടായിട്ടുണ്ട്. ഇവിടെ പോയി ഇവിടെ ലോഗോ നമുക്ക് ഇങ്ങനെയല്ല, മൊബൈലിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബർഗർ ബട്ടൺ എന്ന് പറയും, അല്ലെങ്കിൽ മെനു ബട്ടൺസ് എന്ന് പറയും. അങ്ങനത്തെ ബട്ടൺസ് നമുക്കിവിടെ വേണം. സോ അതിലേക്ക് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ റെസ്പോൺസീവ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. അപ്പം റെസ്പോൺസീവ് ആക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഹെഡറിൽ, അതായത് ഹെഡർ പോർഷനിൽ ഇത് കണ്ടു, ഈ ഒരു മെറ്റ ഇത് വേണം. ഇത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടാവും. മെറ്റ ഈ ഒരു ടാഗ് ഇട്ടിരിക്കണം. ടാഗ് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന CSS അത് വർക്ക് ആവില്ല കറക്റ്റായിട്ട്. ഓക്കെ, ഇനി ഇതിൽ അറ്റ് മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഉള്ളത്. അറ്റ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അറ്റ് മീഡിയയുടെ ഉള്ളിൽ മാക്സ് വിഡ്ത്ത് കൊടുക്കാം. മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ 600 px എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ അർത്ഥം എൻ്റെ വെബ്സൈറ്റ് 600ന്റെ മേലെ അല്ലെങ്കിൽ 600ന്റെ വരുന്ന ആ ഒരു വിഡ്ത്തിലേക്ക് എത്തുമ്പോൾ ഇത് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അതൊരു കണ്ടീഷൻ പോലെയാണ്. അതായത് എനിക്ക് 0 മുതൽ 600 വരെ പോകാം. 600ന്റെ മേലെ പോയി കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആവില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം എൻ്റെ ഈ സൈറ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതിപ്പോൾ 600ന്റെ അണ്ടറിലായിരിക്കും, 400 ഒക്കെ ആയിരിക്കും. അതും കഴിഞ്ഞ് ഞാൻ പോണയാണെങ്കിൽ ഇപ്പം ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 800 px ആണ്, 600. ഇനി ഇവിടെ നിന്ന് 600 500 to 99 ഇത്ര ആകുമ്പോൾ തന്നെ എനിക്കത് ആ മീഡിയ ആക്റ്റീവ് ആയിത്തോളാം. ഓക്കെ, അതാണ് അവിടെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ആ കോഡിൽ ഞാനിപ്പോൾ ഇങ്ങനെ എഴുതി, ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ ബിസ്ക് എന്ന് പറഞ്ഞിട്ടൊരു കളർ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം, എന്നിട്ട് ഇത് നോക്കാം. കണ്ടോ, 600 താഴെ വന്നപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറി. ഇനി 0 വരെ നമുക്ക് ആ കളർ അയക്കും. എപ്പോഴാണോ 600ന്റെ പൊക്കത്തേക്ക് ഈ എൻ്റെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഡിവൈസിന്റെ വിഡ്ത്ത് കൂടുന്നത്, അപ്പം അത് പഴയ കളറിലേക്ക് വരും. ഇതാണ് നമ്മൾ ആ ഒരു കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ എത്തുമ്പോൾ എൻ്റെ ഈ ഹെഡറിൽ ഈ ഐക്കൺ ഉണ്ടാകണം. ഹോം എബൌട്ട് ഒന്നും പാടില്ല, ലോഗിൻ പാടില്ല. പകരം ഒരു എന്താണ് ഡ്രോപ്പ് ഡൗൺ ഡിസൈൻ വേണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കുക. ഞാൻ ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ലൈറ്റ് ബ്ലൂ കളർ കൊടുത്തു. പിന്നെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട്, ഹെഡറിനെ പറഞ്ഞിട്ടുണ്ട്, ഹെഡർ പറഞ്ഞിട്ടുണ്ട്, ലോഗോ പറഞ്ഞിട്ടുണ്ട്, പിന്നെ നാവ് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഹെഡർ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതിൽ നാവ് ഡിസ്പ്ലേ നൺ കൊടുക്കും. നൺ കൊടുത്താൽ തന്നെ എന്താ കാണാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിനെ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇപ്പം എനിക്കതില്ല, ലൈറ്റ് ബ്ലൂ ആണ്. വയലറ്റ് നേരെ 600ന്റെ താഴേക്ക് വന്നപ്പോൾ കണ്ടോ പോയി. എനിക്കിവിടെ ലോഗോ മാത്രമേ ഉള്ളൂ. ഇതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ബർഗർ ബട്ടൺ അത് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ ഞാൻ കൊടുത്തു, ബർഗർ എന്ന് പറഞ്ഞു കൊടുത്തു. വിഡ്ത്ത് ഒരു 200 px കൊടുത്തു.
ജസ്റ്റ് നമുക്ക് ആ ഇമേജ് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് കാണിക്കുന്നുണ്ട്. ഹൈറ്റ് ഒരു 90px കൊടുത്തു. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഓക്കെ, റെഡ് കളർ കൊടുത്തു. ഇനി ഈ ക്ലാസ് നെയിമിൽ ഒരു കണ്ടന്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഹെഡറിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, ബർഗർ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. ബർഗർ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇല്ല, ഇവിടെ എത്തിയപ്പോൾ അത് വന്നു. ഇങ്ങനെ വന്നേക്കണം. സോ ഞാൻ എവിടെ ഇട്ടത് ബർഗർ ബട്ടൺ ലോഗോയുടെ പൊക്കത്താണ് കൊണ്ടിട്ടത്. സോ അത് ഞാൻ മാറ്റുന്നു. കട്ട് ചെയ്ത് ലോഗോയുടെ താഴത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ എനിക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ വിഡ്ത്ത് കൂടുതലാണ്. നമുക്ക് ആ വിഡ്ത്ത് ഒന്ന് കുറയ്ക്കാം. ഒരു 90 കൊടുത്തു. ഇപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ നോക്കിക്കേ. ഇവിടെ ലോഗോ അതിൻ്റെ ഇവിടെ തന്നെയാണ് എനിക്ക് വന്നേക്കുന്നത്. എനിക്ക് ആക്ച്വലി ഇവിടെയാണ് വരേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെഡർ എടുക്കുക. ഹെഡറിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം. ദെൻ ജസ്റ്റിഫൈ കണ്ടന്റ്, സ്പേസ് ബിറ്റ്വീൻ കൊടുക്കും. സ്പേസ് ബിറ്റ്വീൻ കൊടുക്കുമ്പോൾ ഒരെണ്ണം ലെഫ്റ്റും ഒരെണ്ണം റൈറ്റ്, രണ്ട് കോർണറിലേക്ക് പോകും, 2 സൈഡ്സിലേക്ക് പോകും. കണ്ടോ, ഇവിടെ വന്നു. അപ്പം എനിക്കിവിടെ ബട്ടൺ വന്നു, ഇവിടെ എനിക്ക് ഇത് വന്നു. ഇനി ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഡ്രോപ്പ് ഡൗൺ വന്നാൽ മതി എന്നുള്ളതാണ്. ഇപ്പം എനിക്കിത് റെസ്പോൺസീവ് ആണ്. കണ്ടോ, ഇത് വെബ്സൈറ്റിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണുന്നത്. മൊബൈൽ വ്യൂയിലേക്ക് എത്തുമ്പോൾ കളറും ചേഞ്ചായി ഇതേപോലെ നടക്കും. ഇങ്ങനെ വരും. ഇതാണ് വരുന്നത്. അപ്പോൾ ഈ ബർഗറിന്റെ സ്ഥാനത്ത് നമ്മൾ എന്താണ് ഒരു ഇമേജ് ഇട്ട് കൊടുത്താൽ ഓക്കെ ആയി കഴിയും. ഇമേജ് ഇതിലേക്ക് വരാം. ഞാനിപ്പോൾ ഇതിൽ ഡോട്ട് ബർഗർ ദെൻ കോളൻ ഹോവർ കൊടുക്കുന്നു. ഹോവറിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ അക്വാമറീൻ കൊടുത്തു. അതേപോലെ തന്നെ ബർഗറിൻ്റെ അവിടെ സ്മൂത്ത് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ട്രാൻസിഷൻ ഓൾ 2 സെക്കൻഡ് ഈസി ഇൻ ഔട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പം എന്താ വെച്ചാൽ നമ്മളിവിടെ എച്ച് ഓവർ ചെയ്യുന്ന സമയത്ത് കളർ പതുക്കെ വരുള്ളൂ. അത് ആ ട്രാൻസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ആനിമേഷൻ പോലെ. ഇപ്പം ഞാനിത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എച്ച് ഓവർ ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇങ്ങനെയായിരിക്കും, ഒരു ടപ്പെന്നുള്ളൊരു എഫക്റ്റ് ആയിരിക്കും. വെക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അത് മാറുന്ന എഫക്റ്റ്. മറിച്ച് ഞാൻ ട്രാൻസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എൻട്രി ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും ഒരു 2 സെക്കൻഡിലേക്ക് എടുക്കണം. ഇപ്പോൾ 2 സെക്കൻഡ് മാറ്റി ഞാനൊരു 5 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി സ്ലോ ആവും. ഇത്രയും സ്ലോയിലായിരിക്കും വന്നത്. ഓക്കെ, അപ്പം എന്തായാലും ചോറ് ചെയ്യുമ്പോൾ അത്ര ആൾക്കാർ വെയിറ്റ് ചെയ്യൂല. സോ 2 1 സെക്കൻഡോ ആക്കാം. 1 സെക്കൻഡ് ആക്കി ഇതേപോലെ ആക്കാം. നമുക്ക് ആ ഒരു ഡിസൈനിലേക്ക് കിട്ടും. ഇതിൽ ഞാൻ ഫ്ലാറ്റ് ഐക്കൺ ഐക്കണിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബർഗർ ബട്ടൺസ് കിട്ടും. സോ
ഇതേപോലത്തെ ബർഗർ ബട്ടൺസ്. ഒരു മിനിറ്റ്. ഹലോ, ഹലോ. ആ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സുജി, അത് ഞാൻ പറഞ്ഞില്ലേ, മെയിൻ സെർവർ ഡൗൺ ആണ്. അപ്പൊ ആ സെർവറിലേക്ക് ഞങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവരുടെ അവിടെ നിന്ന് വേണം അത് റെഡിയാക്കി. ആ അതിന്റെ ലക്ഷ്യം മെയിൽസിന്റെ ഇത്. എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ അവര് സെർവറിൽ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു 24-48 ഇതിലാ പറഞ്ഞത്. ഇന്നലെ അവരായിട്ട് ഇതാക്കിയപ്പോൾ അവർ പറഞ്ഞു 24 അവർ സെർവറിന്റെ ഇത് ഇതാക്കുമെന്നാ പറഞ്ഞത്. ഇതുവരെ ഇങ്ങനെ ആയിട്ടില്ല. അപ്പം നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. മെയിൻ സെർവർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന മെയിൻ സെർവറിലേക്ക് അവർക്ക് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ അവിടെ ഒരു പ്രോസസ്സിംഗ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ടൈം എടുക്കുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇഷ്യൂ വന്നത് ഇവിടെ. അവർ മാക്സിമം അവർ പറഞ്ഞ ഇന്നലത്തെ പറഞ്ഞ 48 എന്നാ പറഞ്ഞത്. അപ്പം നമ്മളതിൽ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. 48 ആണ് ഇന്നലെ അവർ പറഞ്ഞത്. 24 അല്ലെങ്കിൽ അല്ല, ഇന്നലെ 24 to 48 എന്നാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പോൾ 24 ഏകദേശം ആകുമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ 24 പറഞ്ഞത്. പക്ഷെ അതിപ്പോൾ ഇന്ന് നീണ്ടിട്ടുണ്ട്. അപ്പം ഇന്ന് എന്തായാലും അവർ റെഡിയാക്കുമെന്ന് പറഞ്ഞവര്. ഒരു ആഫ്റ്റർനൂണിൽ കഴിയുമ്പോൾ സെറ്റ് ആവും അത് സംഭവം. അങ്ങനെ ഉദ്ദേശിക്കുന്നത്. 12 വരൂല. എനിക്കൊരു മീൻസ് 3 മുമ്പ് നാട്ടിൽ ഇവിടുത്തെ. ഓക്കെ. Yeah. അപ്പം ഞാനിപ്പോൾ 2 ഇമേജസ് എടുക്കും. ഒന്ന് ഇതും ഇതിന്റെ പക്ഷെ വിഡ്ത്ത് കൂടുതലാണ്. ഡിസൈൻ നോക്കാം. ഞാൻ ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. സൈസ് നമുക്കൊരു 32 കൊടുക്കാം, 64 ഇടാം. കാരണം നമുക്ക് വലുതും ചെറുതാക്കണമെങ്കിൽ കുറച്ചില്ലെങ്കിൽ ക്ലാരിറ്റി പോവും. 64 ഞാൻ കൊടുത്തു. അത് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ വേറെ വേർഷൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല. ദെൻ ഇതല്ല നമ്മളെടുത്ത ഇതേപോലെ തന്നെ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഇതും ഒരു 64 സൈസിലേക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്തു. അങ്ങനെ 2 ഇമേജസ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നു. സോ എൻ്റെ ഇമേജസ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലേക്ക് ഞാനതിന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താം.
നമുക്ക് റൈറ്റും ഉണ്ട്, ബർഗർ മെനു, ഇങ്ങനെ രണ്ടെണ്ണമാണ്. ഓക്കെ, ഇനി സി എസ് എസിലേക്ക് ചെല്ലാം. സി എസ് എസിൽ ബർഗറിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് URL dot slash images slash burger menu to background repeat no repeat കൊടുക്കുക. then background size കവർ കൊടുക്കുക. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് ഫിൽ എന്ന് പറഞ്ഞു കൊടുക്കുക. ഫില്ലിന് കവർ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നമുക്കത് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം, ബർഗർ വന്നിട്ടുണ്ട്. സെയിം വേ നമ്മുടെ ഹോവറിലും നമ്മൾ ഇത് തന്നെ കൊടുക്കുന്നു, ഇതേ കോഡ് തന്നെ ഇമേജ്. പക്ഷെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാൻ മാറ്റി കൊടുക്കുന്നു. റൈറ്റ് എന്ന് പറയുന്ന കൊടുക്കുന്നു. റിഫ്രഷ് ചെയ്യാം. കണ്ടു, എനിക്കത് മാറിയിട്ടുണ്ട്. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്കിനി വേണ്ട. വിഡ്ത്തും ഹൈറ്റും വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇമേജിൻ്റെ തന്നെ മതി എന്ന് നോക്കാം. ഓക്കെ, സോറി, ഇത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വിഡ്ത്ത് ഹൈറ്റ് ഞാനൊരു 40 ആക്കാം. വിഡ്ത്ത് ഒരു 40 ആക്കി കൊടുക്കാം. ജസ്റ്റിഫൈ കൺടെന്റ് ചെയ്ത് അലൈൻ ഐറ്റം സെൻറ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. സോ ഇപ്പം എനിക്കിത് വന്നിട്ടുണ്ട്. സോ എപ്പോഴാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് എന്താണ് ഇതിലേക്ക് വരുന്ന രീതിയിലേക്ക് ആക്കാം. ഇപ്പോൾ വെക്കുമ്പോൾ HOVRലാവും, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴത്തേക്ക് വരും, അങ്ങനത്തെ ഒരു എഫക്റ്റ്. പക്ഷെ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് തന്നെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് വേണം. CSSൽ ചെയ്യാം, പക്ഷെ അത് HOVRന്റെ വേറൊരു രീതി ചെയ്യേണ്ടി വരും. അതായത് ഇപ്പം ഞാൻ വെക്കുന്ന സമയത്ത് എനിക്ക് വേറൊരു പോർഷൻ ഇവിടെ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്ത് തരണം. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഹോവർ ചെയ്യുന്ന സമയത്ത് ബർഗറിനെയാണ് അത് എഫക്റ്റ് ചെയ്യണത്. പക്ഷെ ഹോവർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ബർഗറിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല, പകരം വേറൊരു ക്ലാസ്സിനെ എഫക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ 40 കൊടുക്കാം, 40 60 60 60 കൊടുക്കാം. അതേപോലെ ഞാനിവിടെ ഹെഡറിൻ്റെ ഹൈറ്റ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 90 ആണ്. ഇവിടെ ഞാൻ ഓട്ടോ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇത്രയും വിടുത്തായിട്ട് കാണില്ല, കണ്ടോ, കുറഞ്ഞത് ഇതിലേക്ക്. ദെൻ ബർഗറിൻ്റെ ഒരു മാർജിൻ റൈറ്റ് ഒരു 10 px കൊടുക്കാം. അപ്പം ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടും. ഓക്കെ, ഇനി ഹോവർ ചെയ്യുന്ന സമയത്ത്, അതായത് ഡോട്ട് ബർഗർ
colon over പ്ലസ് വേറെ ഏതെങ്കിലും ഒരു ക്ലാസ് നാം പറയണം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഡ്രോപ്പ് ഡൗൺ. അപ്പോഴാണ് ഈ ക്ലാസ് എന്ത് ചെയ്യണം, ആക്റ്റീവ് ആകുന്നത്. ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കും. ഓക്കെ, ഇത് ചെയ്തിരിക്കുന്ന എവിടെയാണ്, നമ്മളുടെ മീഡിയയിലാണ്. പക്ഷെ പുറത്ത് വേണം, മീഡിയയുടെ പുറത്ത് വേണം നമ്മളുടെ എന്താ പറയുക ഡ്രോപ്പ് ഡൗൺ വരാം. ഡ്രോപ്പ് ഡൗണിൽ ഡിസ്പ്ലേ നൺ കൊടുക്കുക. ദെൻ HTML ഹെഡറിൻ്റെ പുറത്തായിട്ട് ഞാനൊരു ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്ന ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യും. അതിൽ മെനു എന്നൊരു പേര് വെക്കും. ഇതിൻ്റെ ഉള്ളിലായിരിക്കും എന്ത് പറഞ്ഞത് നമ്മളുടെ രജിസ്ട്രേഷൻ, ലോഗിൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ മൊബൈലിന് വേണ്ടി സെപ്പറേറ്റ് എന്താണ് ഒരു നാവ് ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ടി വരും. സംഖ്യകൾ വന്നിട്ടില്ല, ഡിവായിട്ടില്ല. പ്ലസ് ആണ്, പ്ലസ് ബട്ടൺ കറക്റ്റാണ്. പ്ലസ് ബട്ടൺ ചിലപ്പോൾ ആൻഡ് ചേർക്കുക. പ്ലസ് കട്ട് ചെയ്യുക. ബർഗറിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടത് ഡ്രോപ്പ് ഡൗൺ ചോറ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഡ്രോപ്പ് ഡൗണിൻ്റെ ഇവിടെ മാറുന്നില്ല. ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ വന്ന മെനു ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരണം, നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം. ചോർ പ്ലസ് ഡ്രോപ്പ് ഡൗൺ. Let's see. അതിന് മിസ്റ്റേക്ക് എന്ന് നോക്കാം. വർക്കിംഗ് അത് പ്ലസ് ഇത് പ്രൊവൈഡ്സ് യൂസ് റൂട്ട് ബക്കർ പ്ലസ് ചോറിൽ ചെറുതായിട്ട് സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ
യെസ്. ഇതിൽ അവർ പറഞ്ഞ ഡ്രോപ്പ് ഡൗൺ എച്ച് ഓവർ ഇല്ല. ഓക്കെ. ഇപ്പൊ ഇതില് നമുക്ക് എച്ച് ഓവർ ചെയ്യുമ്പോൾ വരുന്നുണ്ട് പ്ലസ് സൈൻ ഉപയോഗിക്കണ്ട. എനിക്ക് തോന്നുന്നു ഡിപ്രൈവേറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ. സി എസ് എസില് ഹെഡറിന്റെ ഉള്ളിൽ ബർഗറിന്റെ ഉള്ളിൽ ഹോവർ ചെയ്യുന്നു. പിന്നെ ഹോവർ ചെയ്യുന്ന സമയത്ത് ഏത് ക്ലാസ് ആണോ ഏത് ഇതാണോ നമുക്ക് വേണ്ടത് അത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എച്ച് ടി എം എല്ലിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഹോവറിൽ ചെയ്യുമ്പോൾ ഇപ്പൊ ബർഗർ ആണല്ലോ, ഈ ക്ലാസിന്റെ ഉള്ളിൽ തന്നെ ഇത് വേണം, എന്നാലേ ഇത് എഫക്റ്റ് ആവുകയുള്ളൂ നമുക്ക്. ഓക്കെ. അപ്പോഴേ ഇതിൽ വെക്കുമ്പോൾ ഇതിലേക്ക് പോകുള്ളൂ, ചൈൽഡ് ഇതിലേക്ക് പോകുള്ളൂ. അപ്പം നമുക്ക് ഇതിന് എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിൽ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ ഹോവർ ചെയ്യുമ്പോൾ ഇതിന്റെ പൊക്കത്താണ് മെനു വരുന്നത്. അപ്പം പൊസിഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പൊസിഷനിൽ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് ഇരിക്കുന്നത് അതിന്റെ ചുറ്റുമുള്ള, ഇപ്പൊ റിലേറ്റീവ് എപ്പോഴും ഡിഫോൾട്ടാണ്. ഇപ്പൊ ഈ മെനു എന്ന് പറയുന്നത് ബർഗർ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാത്രത്തിന്റെ ഉള്ളിലായിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിഡ്ത്തും ഹൈറ്റ് ഒക്കെ ആ പാത്രത്തിന്റെ ഇതുപോലെ ഇരിക്കും. നമ്മളത് ഇൻഡിപെൻഡന്റ് ആക്കും. അതാണ് ആബ്സല്യൂട്ട് എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഡിവ് ആയിട്ട് ഇതിനൊരു കണക്ഷനും ഇല്ല. അതിന് പിന്നെ നമ്മളുടെ ഡിവൈസിന്റെ ബോർഡർ ആയിട്ടാണ് കണക്ഷൻ വന്നത്. ഓക്കെ. അപ്പം അപ്പം ഞാനൊരു സാധനത്തിന് പാത്രത്തിന്റെ ഉള്ളിൽ വെച്ചു. ഇനി ആ വസ്തു ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ, ഇരിക്കുന്ന ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ആ പാത്രത്തിന്റെ ഏരിയ പറയും. ആ വസ്തുവിനെ ഇൻഡിപെൻഡന്റ് ആക്കി. എന്നിട്ട് നമ്മൾ പറയുമ്പോൾ എന്ത് പറ്റും? ആ പ്ലേറ്റ് ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത് ആ ടേബിൾ ആക്കി അതിന്റെ ഏരിയ ആയിട്ട് വരണം. അതേപോലെ തന്നെ ഇവിടെ പൊസിഷൻ റിലേറ്റീവ് ആണെങ്കിൽ അത് ഏത് ഡിവിന്റെ ഉള്ളിൽ ഇരിക്കുന്നോ അതുമായിട്ടായിരിക്കും അതിന്റെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അബ്സല്യൂട്ട് ആക്കി കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഞാൻ ബർഗർ എടുത്തു, ഡ്രോപ്പ് ഇവിടെ വന്നു. ഇവിടെ ഞാനിത് വെക്കുമ്പോൾ എനിക്ക് ഹോവറിന്റെ ഇതിലേക്ക് വരുന്നുണ്ട്. ഇപ്പം തൽക്കാലം നമുക്ക് ഇപ്പോൾ ഇത് ഡിസൈൻ നോക്കാം. ഞാനിതിനെ ബ്ലോക്കിലേക്ക് മാറ്റുന്നു. ബ്ലോക്ക് അല്ലെങ്കിൽ ഫ്ലെക്സ് ഏതെങ്കിലേക്ക് ആക്കാം. നെക്സ്റ്റ് ഇതിനെ പൊസിഷൻ കൊടുക്കുന്നു. ഓക്കെ. പൊസിഷനിൽ ഞാൻ റിലേറ്റീവ് ആണ് കൊടുക്കണമെങ്കിൽ അവിടെ തന്നെ നിൽക്കും. അതേപോലെ തന്നെ അതിൻ്റെ ടോപ്പ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 23 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 23px പറഞ്ഞു കൊടുത്താൽ കണ്ടു അതിൻ്റെ താഴത്തേക്കാണ് വരുന്നത്. ഇനി വീണ്ടും ഞാൻ അതിനെ താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ. ഇത്രയും ടോപ്പ് കൊടുത്താലാണ് ഇത് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ അത് നിൽക്കുള്ളൂ. ഓക്കെ. ഈ ഒരു അതായത് ആ എവിടെയാണ് നമ്മുടെ ബർഗർ ബട്ടൺ ഇരിക്കുന്നത് അതിന്റെ താഴെ ആയിക്കുള്ളതിന് ടോപ്പിലോ ബോട്ടമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ റിലേറ്റീവിനെ ആബ്സല്യൂട്ടിലേക്ക് മാറ്റുന്നു. ആബ്സല്യൂട്ടിലേക്ക് മാറ്റി. ഇനി എനിക്കിത് ഫ്രീ ഇടാം. ഓക്കെ. ഇങ്ങോട്ടാക്കാം. ദെൻ ലെഫ്റ്റ് കൊടുക്കാം. യാതൊരു പ്രശ്നം, മറ്റേ മെനുവിന് ഒന്നും വരില്ല. ഇപ്പം ലെഫ്റ്റ് -120px എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ലെഫ്റ്റ് ഞാൻ 0 അല്ലെങ്കിൽ 2px കൊടുക്കുമ്പോൾ എവിടെയാ കാണിക്കുന്നത് മെനു എന്നുള്ളത്? ആ ഐക്കണിന്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏരിയ എടുക്കുന്നത് ഈ ഒരു എന്തിൻ്റെയാ, ഡിവൈസിൻ്റെയാണ്. ഇനി ഞാൻ അബ്സല്യൂട്ട് മാറ്റിയിട്ട് റിലേറ്റീവ് കൊടുത്തു. റിലേറ്റീവ് കൊടുത്തപ്പോൾ എന്ത് പറ്റി? ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് ലെഫ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ?
ആ ബർഗറിന്റെ ഉള്ളിലാണ്. അതായത് റിലേറ്റീവ് കൊടുക്കുമ്പോൾ ഏത് ഡിവൈസിന്റെ ഏത് ക്ലാസിന്റെ അല്ലെങ്കിൽ ഏത് ഡിവിന്റെ ഉള്ളിലാണോ അതാണ് അതിന്റെ ലെഫ്റ്റും റൈറ്റും ബോർഡർ വന്നത്. അബ്സല്യൂട്ട് പറയുമ്പോൾ അത് മാറി, നമുക്ക് എങ്ങോട്ടേക്കായി എൻറ്റയർ ഇത് വരും. കണ്ടോ ഇവിടെ ഇതേപോലെ ഫുള്ള് നമുക്ക് ഫുള്ള് എടുക്കും ഇതിൻ്റെ ഇത്. കണ്ടോ ഞാൻ ലെഫ്റ്റ് 2px പറഞ്ഞിട്ടുള്ളൂ, അതായത് തുടങ്ങുന്നതാണ്. ഇപ്പൊ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടിങ് പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതാണ്. റൈറ്റ് ആണ് പറയണമെങ്കിൽ ഇപ്പുറത്തേക്ക് വരും, ഈ സൈഡിൽ വന്നു. കണ്ടോ ഇങ്ങനെ വരും. ഇതാണ് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇപ്പം നമുക്ക് എങ്ങനെയാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് പുറത്തേക്ക് വരണമെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ എനിക്ക് ടോപ്പ് എനിക്ക് അവിടെ നിന്ന് തന്നെ താഴത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ആക്കാം. ഇവിടെ ഞാൻ വെച്ചു. ദെൻ ഇതിന് നമുക്കൊരു വിഡ്ത്ത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, വിഡ്ത്ത് ഒരു 250px എന്ന് പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ ഹൈറ്റ് ഒരു 250px എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ ബോർഡർ 1px, സോളിഡ് കളർ ഒരു ഗ്രേ, ബോർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിലെ മാർജിൻ ഒരു 10px കൊടുത്തു. കണ്ടോ ഇങ്ങനെ വന്നോളൂ. അപ്പോൾ ഞാൻ ക്ലിക്ക് എച്ച് ഓവർ ചെയ്യുമ്പോൾ ഇതായിരിക്കും വരുന്ന ഒരു എഫക്റ്റ് എനിക്ക് വരും. ഇത് നമ്മൾ ഇതേപടി കോപ്പി ചെയ്തിട്ട് നമ്മളുടെ പേജ് CSS ഇവിടെ കണ്ടോ ഹോവർ ചെയ്യുന്ന സ്ഥലത്ത്, അതായത് ഹെഡർ ഡോട്ട് ഹോവർ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഇനി ഞാനിതിനെ റിഫ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. എപ്പോഴാണ് ഞാൻ ഇതിൽ കൊണ്ട് ഹോവർ ചെയ്യുമ്പോൾ അതവിടെ വരും. പക്ഷെ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളത് വിട്ട് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് പോകും, അത് കാണാതായി പോകും. അപ്പം ശരിക്കും വെബ്സൈറ്റിൽ നമ്മൾ ഹോവറിൽ വെച്ചിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്യൂല, നമ്മൾ അതിന് ജാവാസ്ക്രിപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യാം. അപ്പം ജാവാസ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഇല്ല, വേഗം ചെയ്യാം. അതേപോലെ കുറച്ചും കൂടി എന്താണ് ആനിമേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വരുത്താം എന്നുള്ളൂ. പിന്നെ താഴത്തുള്ളത് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ നമ്മൾ മാറ്റേണ്ടി വരും. ഈ ബർഗറിൻ്റെ തൊട്ട് താഴേട്ട് കൊണ്ടുവരേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ നമ്മളത് ചെയ്തു. ദെൻ എന്താണ് ഡോട്ട് ഡ്രോപ്പ് എന്ന് പറയുന്ന ഇതിലേക്ക് വരണം. ഡ്രോപ്പിൽ ഹോവർ ചെയ്യണം. ഹോവർ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്താണ് ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുക്കണം. അപ്പം ഇത് കിട്ടും. ഹോവർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുറത്ത് വന്നാൽ ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കിട്ടണം. സോ ഇത് വന്നു, ഇതിൻ്റെ വിരിക്കുമ്പോൾ തന്നെ താഴേക്ക് നമുക്കത് കിട്ടണം. ഓക്കെ, ഞാൻ ഇതിൻ്റെ പൊക്കത്തുള്ളത് കളഞ്ഞാൽ നമുക്ക് ആ മെനു എപ്പോഴും അവിടെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഹോവർ ചെയ്യുമ്പോൾ അത് വരും, അല്ലാത്ത പക്ഷം മെനു ഇവിടെ വന്നിട്ട് അവിടെ മെനു എന്ന് പറഞ്ഞ പൊക്കത്ത് വന്നുകൊണ്ടിരിക്കും. അതായിരിക്കും നമുക്ക് എന്താണ് ഇവിടെ നിന്ന് എടുത്ത് ഈ പറയുന്ന ഡ്രോപ്പ് ഡൗൺ ഡിസ്പ്ലേ ആണെന്നുള്ളത് എടുത്ത് കളഞ്ഞാലുണ്ടാകുന്ന പ്രശ്നമല്ല.
ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുക. ടോപ്പ് തൽക്കാലം 0 കൊടുക്കുക, ലെഫ്റ്റ് 0, വിഡ്ത്ത് ബാക്കിയെല്ലാം തന്നെ കൊടുത്ത് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇപ്പം മെനു പോകൂല, നമുക്ക് മെനു ഇവിടെ ഉണ്ട്. എൻ്ററിലിട്ട് ഒരു ഇതിൽ ഹിഡൻ എലമെന്റ് റൈറ്റ് ബട്ടൺ നിൽക്കിയിട്ട് നമുക്ക് ഹിഡൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എച്ച് കോഡ് വരും. അതിൽ ഇതാണ് ചെയ്തിരുന്നത്. ഇവിടെ ഞാനിതിന് ടോപ്പിൽ ഒരു 50 px കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ വന്നിട്ടുണ്ട് 50 px. ലെനോവയുടെ ഇതെല്ലാം ലെനോവയുടെ ചാർജറുകളും ശ്രീജി അതാണ് അത് ലെനോവ തോന്നുന്നു. കുറച്ചും കൂടി പൊടിക്ക് താഴേക്ക് വേണം. യെസ്, ഒരു 60 px അല്ല വർക്കിംഗ് അല്ല. ശ്രീജി ചോദിച്ചു പൊക്കത്തപ്പം നേരത്തെ എടുത്തോണ്ട് ഇതിന്റെ ചാർജർ ലെനോടെ എല്ലാം ഉണ്ടായിരുന്നല്ലോ. മറ്റേ ഇവിടെ നോക്കിക്കേ, ദീപു സാറിന്റെ ക്ലാസ്സിലെല്ലാം വന്നിട്ടുണ്ടോ നോക്കിയേ, അവിടെ എവിടെയെങ്കിലും ലെനോ കാണിച്ചു. ഓക്കെ, നമുക്കിവിടെ മെനു വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് പോകുന്നുണ്ട്. ഇപ്പൊ ഇത് നിൽക്കുന്നുണ്ട്, ഇതിന്റെ പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ യൂസർ ഇത് വെച്ച് പെട്ടെന്ന് തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. കളിയ ഞാൻ റൈറ്റ് കൊടുക്കുന്നു. റൈറ്റിലൊരു 50 കൊടുക്കാം. 50 px കൊടുത്തു. Six.
120 കൊടുക്കുക. നീങ്ങുന്നില്ല അത്. ഓക്കെ, 200 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എനിക്കിതിവിടെ എച്ച് ഓവർ ചെയ്ത് വരുന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഇടുക. ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന എന്താണ് നാബ് ബാറിലുള്ള അതേ കണ്ടന്റ് തന്നെ ഞാൻ കോപ്പി ചെയ്ത് എൻ്റെ മെനു എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, മെനുവിൻ്റെ ഉള്ളിൽ നമുക്കാണെങ്കിൽ ഡ്രോപ്പ് ഡൗണിൻ്റെ ഉള്ളിൽ മെനു എന്ന് പറയുന്നൊരു ഡിവ് ഇടാം. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഈ പി ടാഗ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഡ്രോപ്പ് ഡൗണിൻ്റെ ഉള്ളിൽ മെനുവിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന പി ടാഗ്സ് എന്നത്. പിന്നെ CSS എന്ത് കൊടുത്താൽ മതി, ഡോട്ട് മെനുവിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം. ഫ്ലെക്സ് എപ്പോഴും നമുക്ക് എന്തായിരിക്കും, ഹൊറിസോണ്ടൽ ഡിസൈൻസിലേക്ക് വരുള്ളൂ. അതായത് ഇപ്പം ഞാൻ എച്ച് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഹോം അബൌട്ട് നേരെ നമുക്ക് താഴെ വരണം. അപ്പം അങ്ങനെ ആക്കണമെങ്കിൽ ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ഫ്ലെക്സ് ഡയറക്ഷൻ അതിൽ കോളം കൊടുത്തു കഴിഞ്ഞാൽ കണ്ടൻസ് എല്ലാം എന്തായിരിക്കും, താഴെ ആയിരിക്കും. കണ്ടോ, താഴെ നമുക്ക് വരും. ഹൈറ്റ് നമ്മൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ഹൈറ്റ് 250. ഓക്കെ, ഹൈറ്റ് വേണമെങ്കിൽ നമുക്കിപ്പോൾ തൽക്കാലം വേണ്ടാന്ന് വയ്ക്കാം. ഇതിലേക്ക് വന്നിട്ടുണ്ട്. മൊബൈൽ വ്യൂയിലേക്ക് വരുമ്പോൾ വേറെ ഇത് ക്ലിക്ക് ചെയ്ത് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകും. കുഴപ്പമില്ല. അപ്പൊ മൊബൈൽ വ്യൂയിലേക്ക് വരുമ്പോൾ ഇത് വർക്കിംഗ് ആയിക്കോളും. നമ്മളേതായിരുന്നു ഫ്ലെക്സ്. ദെൻ ഇവിടെ ജസ്റ്റിഫൈ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ അലൈൻ ഐറ്റംസ് കൊടുക്കാറില്ലേ, അതെന്തിനു വേണ്ടിയാ, വെർട്ടിക്കലി വരാൻ. പക്ഷെ ഫ്ലെക്സ് ഡയറക്ഷൻ കോളം കൊടുത്തു കഴിഞ്ഞാൽ ഈ അലൈൻ ഐറ്റം നേരെ തിരിയും, ഹൊറിസോണ്ടൽ ഇതിലേക്ക് മാറും. അതായത് ഇപ്പം ഞാൻ അലൈൻ ഐറ്റം സെന്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കണ്ടന്റ് ഇങ്ങനെയായിരിക്കും വരുന്നത്. കണ്ടോ, സെൻട്രലായിരിക്കും വരുന്നത്, ഹോം അബൌട്ട് ഇങ്ങനെയായിരിക്കും, വെർട്ടിക്കലാവില്ല. ഓക്കെ, വെർട്ടിക്കലേക്ക് വരണമെങ്കിൽ ഞാൻ എന്ത് പറയണം, ജസ്റ്റിഫൈ കണ്ടന്റ് പറയണം. ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ എന്ന് പറഞ്ഞാൽ അത് വെർട്ടിക്കലാവും, അപ്പം നേരെ തിരിയും. ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആണെങ്കിൽ, അതായത് നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് അലൈൻ ഐറ്റം വെർട്ടിക്കൽ അലൈൻമെന്റ്സിനാണ്
ജസ്റ്റിഫൈ കണ്ടന്റ് ഹൊറിസോണ്ടൽ അലൈൻമെന്റിലാണ്. ഫ്ലെക്സ് ഡയറക്ഷന്റെ കോളം ഫ്ലെക്സ് ഡയറക്ഷൻ കോളം ആണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ഈ അലൈൻ ഐറ്റം സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടലിലായിരിക്കും വന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും ഞാൻ അലൈൻ ഐറ്റം സെന്റർ എന്ന് പറഞ്ഞാൽ. മറിച്ച് ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെർട്ടിക്കൽ അലൈൻമെന്റ്സിന് വേണ്ടിയായിരിക്കും. ഓക്കെ, അങ്ങനെ അതായത് മറ്റേതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. ഇനി ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ടന്റ്സ് ഇതേപോലെ ആയിരിക്കും, ഇതേപോലെ വരും. ഓക്കെ, നമുക്ക് ടോപ്പ് ഇത് കൊടുക്കാം. നമുക്ക് ഇതിലിപ്പോൾ ആബ്സല്യൂട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഞാൻ മൊബൈൽ വ്യൂവിലല്ല വെച്ചിരുന്നത്, അതിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. So ഇതെനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോന്നിനെയും അതനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം മെനു PA ടെക്സ്റ്റ് ഡയറക്ഷൻ none, then padding ഒരു 20px കൊടുത്തു. Menu P padding 20px കൊടുത്തു. Then border bottom ഞാനിവിടെ 2px solid ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് വന്ന് നടക്കും. ഈ ടാഗിന്റെ വിഡ്ത്ത് ഒരു 100% കൊടുത്തു. 100% കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ വന്ന് നടക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടണം. ഡ്രോപ്പ് ഡൗൺ സ്റ്റൈലായിട്ട് വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം, ചെയ്യാം. ഇതിൽ പ്രെസ്യൂഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. പ്രെസ്യൂഡ് എലമെന്റ്സ് അതായത് ഇപ്പോൾ നമ്മുടെ ഇതിൽ മെനു എന്ന് പറയുന്നതിൻ്റെ ലാസ്റ്റ് ചൈൽഡ് എന്ന് പറയും. ലാസ്റ്റ് ചൈൽഡ് ഏതാ? അതായത് പി ടാഗ് ഏറ്റവും ലാസ്റ്റ്. മെനുവിൻ്റെ ചൈൽഡ് എന്ന് പറഞ്ഞാൽ പി ടാഗാണ്. പി ടാഗിൻ്റെ ലാസ്റ്റ് പി ടാഗ്. ഓക്കെ, അതിനെ ഫോക്കസ് ചെയ്യുള്ളൂ. ഇപ്പം എനിക്ക് ആദ്യത്തെ ലിസ്റ്റിൽ 5 ഉള്ളൂ. പിന്നത്തെ ലിസ്റ്റിൽ 10 ആ 10ാമത്തെ ആളാണ് ലാസ്റ്റ് വന്നത്. ആദ്യത്തേൽ 5 ഉണ്ടെങ്കിൽ 5ാമത്തെ ആളാണ് ലാസ്റ്റ് വന്നത്. അപ്പോൾ മെനു എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന പി ടാഗ്, ദാറ്റ് മീൻസ് മെനു എന്ന് പറയുന്ന പാരന്റ്, അതിൽ ഫസ്റ്റ് പി ചൈൽഡ്, സെക്കൻഡ് പി ചൈൽഡ്, തേർഡ്, ഫോർത്ത്, ദെൻ ലാസ്റ്റ് വൺ. ഓക്കെ, അപ്പൊ ഇതിനേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അതിനെ ഞാൻ എന്ത് പറയുന്നു? ബോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ബോർഡർ ബോട്ടം എന്ന് പറഞ്ഞ് ഞാൻ എന്ത് കൊടുക്കും? നൺ കൊടുക്കും. ഓക്കെ, നൺ കൊടുക്കുമ്പോൾ
ഇപ്പൊ ഇവിടെ നമുക്കുണ്ട് ബോർഡർ ഉണ്ട്, ലോഗിന്റെ താഴെ ബോട്ടം ബോർഡർ ഉണ്ട്. ഓക്കെ, ഇത് എഫക്റ്റ് ആയില്ല. Pursued. ഞാൻ ഇവിടെ കൊടുത്ത ലാസ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ബോർഡർ ബോട്ടം പി ടാഗിനാണ് കൊടുത്തിരിക്കുന്നത്. മെന്യൂസ് ലാസ്റ്റ് സൈഡ് ബോട്ടം ബ്ലൂ കളർ. പി ടാഗ് മാറ്റേണ്ടി വരും. UL ടാഗ് കൊടുക്കുക. ഓക്കെ, എഫക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് സ്റ്റൈലിൽ കൊടുക്കുമ്പോൾ UL ടാഗിൽ കൊടുത്താൽ മതി. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ മെനു എന്ന് പറഞ്ഞ ക്ലാസ് തന്നെ അതെന്താണ്, UL ടാഗ് ആണ്. അതിൻ്റെ ഉള്ളിൽ പി ടാഗിന് പകരം LI ടാഗ് കൊടുത്തു. ദാറ്റ്സ് ഓൾ. LI ടാഗ് കൊടുത്തിട്ടുണ്ട്. സോ CSS നമ്മൾ എഴുതുമ്പോൾ മെനു എഴുതി ദെൻ പിന് പകരം LI എന്ന് ചേർത്താൽ മതി. അപ്പൊ എനിക്ക് എന്താ ലാസ്റ്റ് ചൈൽഡിനെ പിക്ക് ചെയ്യാൻ പറ്റും. മറ്റേത് ചൈൽഡായിട്ട് അവർ എടുക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ എനിക്ക് വന്നിട്ടുണ്ട്. അതില് ഇവിടെ എടുക്കുന്നില്ല, ബ്ലൂ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ നൺ കൊടുത്തു. അപ്പോൾ എടുക്കുന്നില്ല. ലാസ്റ്റ് ചൈൽഡ് മെനു, ലാസ്റ്റ് ചൈൽഡ് calendar, UL last child. Yeah, my mistake. മെനുവിന്റെ പി എന്നുള്ള ചൈൽഡ്. ഓക്കെ, ഓക്കെ, ഇപ്പൊ കണ്ടോ നമുക്ക് ലാസ്റ്റ് ഇല്ല. അതായത് ഞാൻ പറഞ്ഞപ്പോ മെനുവിന്റെ പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മെനുവിന്റെ ഉള്ളിലുള്ള പി, ആ ചൈൽഡിലെ ലാസ്റ്റ് ചൈൽഡ് എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ ഡോട്ട് മെനു കോളൻ ഇങ്ങനെ എഴുതുന്നതിനാണ് പ്രസ്യൂഡ് എന്ന് പറയുന്നത്, പ്രസ്യൂഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ചൈൽഡ് ഉണ്ട്, ഫസ്റ്റ് ചൈൽഡ്. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ചൈൽഡ് ആക്റ്റീവ് ആക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെനു പി കോളൻ ഫസ്റ്റ് ചൈൽഡ്. ഓക്കെ, ഫസ്റ്റ് ചൈൽഡിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണ് ഫസ്റ്റ് ചൈൽഡ് അതെന്താണ് ഒരു ആക്റ്റീവ് ആക്കി ഞാൻ വെച്ചൂടെ. സി, ഇപ്പോൾ റിഫ്രഷ് ചെയ്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഹോം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനത്തെ കളറിലായിരിക്കും, ബാക്കി താഴെ വരും. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പം ഇത് കണ്ടോ ക്ലിക്ക് ചെയ്യുന്ന ഇതിവിടെ ക്ലിക്ക് ചെയ്താൽ പോകും. പഴയപടി നമുക്കിവിടെ കണ്ടോ ബർഗർ വരും, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരും, മാറും. പക്ഷെ ഇത്
മൊബൈലിലേക്ക് വന്നാൽ മാത്രമേ ഇത് എഫക്റ്റ് ആവുള്ളൂ. നമ്മൾ ഇപ്പം ഞാനിത് ഇതിലേക്ക് കൊണ്ടുവന്നു, ഡെസ്ക്ടോപ്പ് വ്യൂവിലേക്ക് കൊണ്ടുവന്നു. അവിടെ നമുക്ക് എച്ച് ഓവർ എഫക്ട്സ് വരുള്ളൂ, ഇങ്ങനെ വരുള്ളൂ. പക്ഷെ അത് മൊബൈലിലേക്ക് എത്തിക്കഴിയുമ്പോൾ കുഴപ്പമില്ല. കാരണം മൊബൈലിൽ എച്ച് ഓവർ എന്നുള്ളൊരു ഫങ്ഷനാലിറ്റി ഇല്ല. മൊബൈലിലേക്ക് എത്തുമ്പോൾ അത് എന്ത് പറ്റും, ക്ലിക്ക് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മൊബൈലിലും മൗസ് കൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് കിട്ടില്ല. എവിടെയും ക്ലിക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ അത് വരുള്ളൂ. അപ്പോൾ അവിടെ ഹോവർ എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഇവന്റ് ഇല്ല, ക്ലിക്കിങ് വരും. പക്ഷെ നമുക്ക് ഓർഡർ എഴുതുമ്പോൾ ഹോവറിൽ ചെയ്ത് തന്നെ ഇതുപോലെ കിട്ടും. അബൌട്ട് ക്ലിക്ക് ചെയ്യാം, കോണ്ടാക്ട് ക്ലിക്ക് ചെയ്യാം, രജിസ്റ്റർ, ലോഗിൻ, ഹോം, ഇതേപോലെ ക്ലിക്ക് ചെയ്യാം. കളയണമെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ അത് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി മീഡിയ എന്ന് പറയുന്നതാണ്. അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാം, നമ്മൾ ചെയ്ത് വെച്ചതിൽ നിന്നും നമ്മൾ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മീഡിയ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് പല ടൈപ്പ് ഡിവൈസിന്റെ കൊടുക്കാം. ഇപ്പൊ ഞാൻ മൊബൈലിന്റെ ആണ് കൊടുത്തിരുന്നത്. മൊബൈൽ എത്രയാണ്, മാക്സിമം 600px പറഞ്ഞിരിക്കുന്നത്. അപ്പം എൻ്റെ ഡിവൈസിന്റെ വിഡ്ത്ത് എപ്പോഴാണോ 600 മേലെ പോണം, അത് മൊബൈൽ വ്യൂവിൽ നിന്ന് പോകും. എൻ്റെ ഡിവൈസ് ഇപ്പൊ 600 അണ്ടറിൽ വന്ന ഒരു ഡിവൈസാണ്. മൊബൈലൊക്കെ 600 പിക്സലിന്റെ അണ്ടറിൽ വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്ന CSS മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ആവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് CSS വേണമെങ്കിലും കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തത് എന്താ, നമ്മളെ നോർമൽ ഉണ്ടായ ഡെസ്ക്ടോപ്പ് വ്യൂ, ഓക്കെ, ഇവിടെ ഞാൻ ഉണ്ടായ നോർമൽ ഡെസ്ക്ടോപ്പ് വ്യൂ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതിനെ മൊബൈൽ വ്യൂയിലേക്ക് മാറ്റുമ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡെസ്ക്ടോപ്പ് വ്യൂ. ഇതിനെ ഞാൻ മൊബൈൽ വ്യൂയിലേക്ക് മാറ്റുമ്പോൾ ഈ ലോഗോ അതിനൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഈ പറയുന്ന നാവ് ടാഗിനെ ഹൈഡ് ചെയ്ത് കളയാം. ഓക്കെ, അതാണ് ആദ്യം ചെയ്യുന്നത്. ഹൈഡ് ചെയ്തിട്ട് അവിടെ ബർഗർ ബട്ടൺ കൊണ്ടുവരും. കണ്ടോ, ബർഗർ ബട്ടണിനെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ വെബ് പേജിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റ് നിങ്ങളുടെ ലാപ്ടോപ്പിലോ വെബ്സൈറ്റ് ഡെസ്ക്ടോപ്പിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ബർഗർ ബട്ടനെ ഹൈഡ് ചെയ്ത് കളയും. മൊബൈലിലേക്ക് എത്തുമ്പോൾ ബർഗർ ബട്ടൺ വിസിബിൾ ആവും, നാവ് ബാർ ഹൈഡ് ആയിപ്പോൾ. അതിനെന്ത് ചെയ്താൽ മതി, ഡിസ്പ്ലേ നൺ കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ് ആകും, ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുത്താൽ വരികയും ചെയ്യും. അപ്പൊ ആ കോഡാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്, ഹെഡർ, അത് ഫ്ലെക്സ് കൊടുത്തു, അലൈൻമെന്റ് സെന്റർ ആക്കി കൊടുത്തു. കണ്ടോ, നാവ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, നൺ കൊടുത്തിട്ടുണ്ട്. നാവ് നൺ, അതിന്റെ അർത്ഥം എന്താ, നാവ് ടാഗ് കാണാതായി പോകും. എന്നാ മീഡിയയുടെ പുറത്ത് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്നത് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ബർഗർ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബർഗർ എന്നുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ആ ക്ലാസിൻ്റെ ഉള്ളിൽ നമ്മൾ അതിനൊരു വിഡ്ത്ത് കൊടുത്തു, സാധാരണ ബട്ടൺ ഉണ്ടാക്കുന്ന പോലെ. ദെൻ മാർജിൻ റൈറ്റ് കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇട്ട് കൊടുത്തു, ബർഗറിൻ്റെ ഒരു ഇമേജ് ഇട്ട് കൊടുത്തു. റിപ്പീറ്റ് ചെയ്യരുത്, കവർ ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ ട്രാൻസാക്ഷൻ, അതായത് ഹോവർ ചെയ്യുന്ന സമയത്ത് സ്ലോ മോഷനിൽ വരണം. പിന്നെ ഹോവർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബർഗർ മെനു മറ്റൊരു ഇമേജിലേക്ക് മാറ്റും, റൈറ്റ് PNGയിലേക്ക് മാറ്റും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കാണുന്നത്, ഇതിനെ മൊബൈൽ വ്യൂയിലേക്ക് എത്തുമ്പോൾ ഇതാണ്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇത് മാറും, ഇങ്ങനെ വരും. ഇപ്പൊ ഈ ഇമേജാണ്, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഇമേജിലേക്ക് പോകും. ഇത് നമുക്ക് കയറി വരികയും ചെയ്യും. ദെൻ ഇവിടെ ഹോവർ ചെയ്യുക, അതായത് ബർഗർ റൈറ്റിലേക്ക് ഹോവർ ചെയ്യുന്ന സമയത്ത്, ബർഗറിലേക്ക് ഹോവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെഡറിന്റെ ഉള്ളിൽ ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്ന ആ ഒരു ഡിവ് അതെന്ത് ചെയ്യണം, ബ്ലോക്കിലേക്ക് മാറണം. അതിന്റെ പൊസിഷൻ അബ്സല്യൂട്ട് ആക്കണം. അബ്സല്യൂട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇൻഡിപെൻഡന്റ് ആകുക. അതായത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് മാറി അതിന്റെ എൻറ്റയർ ഏരിയ ഫുൾ എടുക്കും അത്. ഓക്കെ, അതായത് ഏത് ഡിവൈസിലാണ് വന്നത് അതായിരിക്കും അതിന്റെ ഏരിയ വന്നത്. ടോപ്പ് 75 കൊടുത്തു, ലെഫ്റ്റ് 0 കൊടുത്തു, പിന്നെ അതിനൊരു വിഡ്ത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബോർഡർ കൊടുത്തിട്ടുണ്ട്, മാർജിൻ കൊടുത്തു. വീണ്ടും ഇതിൽ ഷാഡോസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, നമ്മുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ഈ ഡ്രോപ്പ് ഡൗണിൽ ഹോവർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം,
അത് വിസിബിളായി കാണണം. അതിനു വേണ്ടി ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഞാൻ എന്താണ് ഒരു മെനു എന്ന് പറയുന്നത് കൊടുത്തു. അതാണ് നമുക്ക് ആ വിട്ടും ഇതൊക്കെ വരുന്നത്. മെനുവിൻ്റെ ഉള്ളിലാണ് പി ടാഗ് കൊടുത്തിരിക്കുന്നത്, പി ടാഗിൻ്റെ ഉള്ളിലാണ് എ ടാഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് ഡെക്കറേഷൻ മാറ്റി, കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. കളർ ഇപ്പോൾ എനിക്ക് വൈറ്റ് ആണ്, വേണമെങ്കിൽ വൈറ്റ് കൊടുക്കാം. ഓക്കെ, വൈറ്റ് കൊടുത്തു. ദെൻ അതിൽ ബോർഡർ കൊടുക്കുമ്പോൾ ഇപ്പം പി ടാഗിന് ഞാനൊരു ബോർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, പി ടാഗിന് എല്ലാത്തിനും ഞാനൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ലാസ്റ്റത്തെ പി ടാഗിന് ബോർഡർ കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ പ്രസ്യൂഡ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കാം. അപ്പോൾ മെനു, അതിൻ്റെ ഉള്ളിൽ വരുന്ന പി എന്ന് പറയുന്ന ചൈൽഡ്, അതിൻ്റെ ആ ചൈൽഡിലെ ലാസ്റ്റ് ചൈൽഡിന് എന്ത് ചെയ്യുക, ബോർഡർ ബോട്ടം നന്നാക്കി കൊടുത്തു. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് വരുന്നത്, ലാസ്റ്റ് ഐറ്റം അവിടെ മാത്രം അണ്ടർലൈൻ ഇല്ല, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അതേപോലെ ഫസ്റ്റ് ചൈൽഡിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തുകൊണ്ട് ഹോം കളേർഡ് ആയിരിക്കും. പിന്നെ ഇതിൽ ഞാൻ 20 പാഡിങ് കൊടുത്തിട്ടുണ്ട്. അതാണ് ആ ഒരു നമുക്ക് ഭയങ്കര സൈസായിട്ട് തോന്നുന്നത്. സോ ഞാനൊരു 10 പാഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈസിൽ കിട്ടും. ഇപ്പം എനിക്കൊന്ന് ഡ്രോപ്പ് ഡൗൺ ആയി. ഇപ്പം എന്തായത്, റെസ്പോൺസീവ് വെബ്സൈറ്റ് ആയി. ഹെഡർ നമ്മളിപ്പോൾ ഫുള്ളി റെസ്പോൺസീവ് ആക്കി മാറ്റി. ഇപ്പം മൊബൈൽ വ്യൂവിലും കിട്ടും, പിന്നെന്താ വെബ് പേജിൽ ഇതുപോലെ കിട്ടും, ഇതേപോലെ വരും. ഇതിലേക്ക് എത്തുന്നു. ഇത് ട്രാൻസിഷൻ കൊടുത്തതിനാൽ ഈ വരവ് കുറച്ച് എന്താണ് ആനിമേറ്റ് ചെയ്ത് വരാം, അല്ലെങ്കിൽ ഒരു ആനിമേറ്റ് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഇതിൽ ഓവർ ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് നമ്മളപ്പോൾ ഓവർ ചെയ്യുന്നത്, ഡ്രോപ്പ് ഡൗൺ ഓവർ ചെയ്യുന്നത്. ട്രാൻസിഷൻ or 2 second AC in out. ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ ഹോവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത്. ഹോവർ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ ആണ്, അബ്സല്യൂട്ട് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ബർഗർ ബട്ടണിൽ ട്രാൻസിഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. മാറ്റം ഈ കോഡ് ഞാൻ കട്ട് ചെയ്തു. ഇവിടെ നമ്മൾ പുറത്ത് ഡ്രോപ്പ് ഡൗണിൻ്റെ അവിടെ ഞാൻ ആ ഡിസൈൻ സെറ്റ് ചെയ്തു. ഓക്കെ, അതായത് മീഡിയയുടെ പുറത്ത് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എല്ലാം കൊടുത്തു. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഡിസ്പ്ലേ ബ്ലോക്ക് എന്ന് മാത്രം ആക്കിയിട്ടുണ്ട്. സോ ഐ ഹോപ്പ് നമുക്ക് ആ ഒരു ഇത് കുറച്ച് ആനിമേറ്റ് ചെയ്ത് വരുമെന്നാണ്. ഇല്ല, ഡിസ്പ്ലേ ജാവാസ്ക്രിപ്റ്റിൽ തന്നെ അത് ആവുമല്ലോ. ഒരു കാര്യം ചെയ്യുക, അതിൽ ഇപ്പോൾ നോർമൽ 0 ആണ്. ഓക്കെ, ലെഫ്റ്റ് ഇവിടെ നമുക്ക് ബ്ലോക്കിലേക്ക് വരുന്നു. ദെൻ ലെഫ്റ്റ് 0 10 px ഞാൻ മാറ്റി. 0 സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിലേക്ക് നീങ്ങുന്നു. നോ ചേഞ്ചസ്. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, മീഡിയയുടെ ഉള്ളിൽ കിട്ടു, ബോഡിക്ക് ഒരു കളർ കൊടുത്തു, ഹെഡറിന് ഈ ചേഞ്ചസ് വരുത്തി,
നാവില് നൺ കൊടുത്തു. സോ നാവ് ടാഗ് കാണാതെ പോവും. പിന്നെ ബർഗർ ബട്ടന്റെ ഡിസൈൻ, ദെൻ ബർഗർ ബട്ടണിലേക്ക് മൗസ് വെക്കുമ്പോൾ ഉള്ള ചേഞ്ചസ്. ബർഗർ ബട്ടൺ വെക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഡ്രോപ്പ് ഡൗൺ എന്നുള്ളത് ഡിസ്പ്ലേ ആകാൻ വേണ്ടിയുള്ള ഒരു കോഡ്. ദെൻ അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കണം? നമ്മൾ ഹോവർ ചെയ്യുന്ന സമയത്ത് അത് പോകാൻ പാടില്ല. അതുകൊണ്ട് ഡിസ്പ്ലേ ബ്ലോക്ക് എന്നുള്ളത് കൊടുത്തു. ഇനി ഡ്രോപ്പ് ഡൗണിൻ്റെ ഉള്ളിൽ മെനു എന്ന് പറയുന്നത് കൊടുക്കുന്നു. കാരണം നമ്മളെ കണ്ടന്റ്സ് ഒക്കെ ഇടാൻ വേണ്ടിയുള്ള ഡിസൈൻ കാര്യങ്ങൾ ചെയ്യാനാണ്. അതിൻ്റെ ഉള്ളിൽ പി ടാഗിന് ഒരു വിഡ്ത്തും ഹൈറ്റും ബോർഡർ കൊടുത്തു. അതിൻ്റെ ലാസ്റ്റ് ചൈൽഡിന് ബോർഡർ ബോട്ടം നന്നായിട്ട് കൊടുത്തു. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു ഫസ്റ്റിന്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാം. അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ റെസ്പോൺസീവ് ഹെഡർ ആക്കി മാറ്റുന്നത്. കണ്ടോ? ഇങ്ങനെ വരും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കും. ഞാൻ കോഡ് തരാം, ഇതൊന്ന് ചെയ്ത് നോക്കാം മറ്റേതിൻ്റെ ഒപ്പം. ഇപ്പം എക്സ്ട്രാക്ട് ഇത്രയും വരുന്നുള്ളൂ. ടോട്ടൽ ഇട്ട് തരാം. അപ്പൊ ഏതും ഇങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പോൾ ഉള്ളിൽ നിങ്ങൾ ഒരു ഇമേജ് ഇടുന്നു ഡെസ്ക്ടോപ്പിൽ, പക്ഷെ മൊബൈലിൽ വ്യൂവിൽ പോകുമ്പോൾ അത് എന്ത് പറ്റണം? കുറച്ചും കൂടി ചെറുതാണ്. അപ്പം മീഡിയയുടെ ഉള്ളിൽ അതിൻ്റെ ഇമേജിന്റെ സൈസ് ആ മൊബൈൽ വ്യൂവിന് വേണ്ട അനുസരിച്ച് മാറ്റി കൊടുക്കണം. അങ്ങനെ ചെയ്യണം, എന്നാലേ അങ്ങനെ ചേഞ്ച് വരും. ഇല്ലെങ്കിൽ എന്താ വലിയ സൈസിൽ കിടക്കാതെ.